എക്സൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ലാറ്റിറ്റ്യൂഡ്സുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വരകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഇവയെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രേഖകൾ പരസ്പരം എങ്ങനെയാണ് ഇരിക്കുന്നത്. പരസ്പരം നോർത്ത് പോളിനെയും, അതായത് ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ലോഞ്ചിറ്റ്യൂഡ്സ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വരകൾ വരച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വരകൾ അടിസ്ഥാനമാക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള സമയം നിർണ്ണയിക്കാനാണ്. ഓക്കെ, ഈ വരകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇനി വരുന്ന സെക്കൻഡ് പാർട്ട്. അതായത് ഫസ്റ്റ് പാർട്ട് മീൻസ് ഈ പാഠഭാഗത്തിൻ്റെ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ പാഠഭാഗം 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് സീസൺസിനെ കുറിച്ചും, ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഓർത്താൽ മനസ്സിലാവും, സീസൺസ് ആൻഡ് ടൈം. അപ്പോൾ നമ്മൾ സീസൺസിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം, എങ്ങനെയാണ് ലോകത്ത് സമയം നിർണ്ണയിക്കുന്നത്. In ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. When the sun is vertically overhead, it is noon. അതായത് പണ്ട് കാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത് ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനവും സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു. തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണി ആണെന്നായിരുന്നു പണ്ട് കാലത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഓരോ സ്ഥലത്തും സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. The time estimated at each place based on the apex position of the sun is termed as local time. Once more, the time estimated at each place based on the apex position of the sun is termed as local time. ഇതിനെയാണ് പ്രാദേശിക സമയമെന്ന് പറയുന്നത്. എപ്പോഴാണോ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്നത് ആ സ്ഥലത്ത് അപ്പോഴായിരിക്കും 12 മണി. ഓരോ സ്ഥലത്തും സൂര്യൻ്റെ ഈ ഉച്ചനിലയെ ആധാരമാക്കിയായിരുന്നു സമയം നിർണ്ണയിച്ചിരുന്നത്. ഇതിനെയാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു രേഖാംശ രേഖയുടെ നേർമുകളിൽ സൂര്യൻ വരുമ്പോൾ, അതായത് ഓരോ ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ നേർമുകളിലായിട്ട് സൂര്യൻ വരുമ്പോൾ അവിടെ സമയം 12 മണി. സൂര്യൻ ഓരോ ലോഞ്ചിറ്റ്യൂഡ്സിലേക്കും മാറി മാറി വരുമ്പോൾ അവിടെ സൂര്യൻ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം 12 മണി. അപ്പോൾ എന്താണ്, ഒന്നിലെത്തിയതിന് ശേഷമായിരിക്കും 2-ലെത്തുക. മീൻസ് ഒന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ലോഞ്ചിറ്റ്യൂഡ്സിനും നേർമുകളിൽ സൂര്യൻ എത്തുമ്പോൾ ആ പ്രദേശത്ത് 12 മണിയാണ്. അപ്പോൾ അവിടെ നട്ടുച്ച. ദെൻ നെക്സ്റ്റ് വീണ്ടും അടുത്ത ലോഞ്ചിറ്റ്യൂഡ്സിൽ സൂര്യൻ എത്തുമ്പോൾ അവിടെ വീണ്ടും ആ പ്രദേശത്ത് അപ്പോഴായിരിക്കും 12 മണി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പല പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. ഇഫ് യു സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് based on the longitude there, it would create lots of confusions and lots of problems. What will be the complications
ഇഫ് ദർ ഇസ് സെവറൽ ലോക്കൽ ടൈം ഇൻ എ കൺട്രി, അതായത് രാജ്യത്ത് ഇതുപോലെ നിരവധി ലോക്കൽ ടൈം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക? ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കനോട്ട് പ്രിപ്പയർ എ റെയിൽവേ ടൈം ടേബിൾ ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ദ കൺട്രി. ആൻഡ് ദ നെക്സ്റ്റ്, കനോട്ട് ഗിവ് ഇൻഫർമേഷൻ ഓൺ റേഡിയോ പ്രോഗ്രാംസ്, റേഡിയോ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാനായിട്ട് സാധിക്കില്ല. അതുപോലെ തീവണ്ടിയുടെ ട്രെയിനിൻ്റെ ഒന്നും സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ കനോട്ട് പോസിബിൾ ടു കണ്ടക്ട് എക്സാം, അതായത് രാജ്യത്തുടനീളം ഇപ്പം നടക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ഒരു പൊതുപരീക്ഷ നടക്കുകയാണ്, ഒരു പബ്ലിക് എക്സാം നടക്കുകയാണെന്ന് കരുതുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓരോ രേഖാംശത്തിന് അല്ലെങ്കിൽ ഓരോ ലോഞ്ചിറ്റ്യൂഡ്സിന് മുകളിൽ സൂര്യൻ എത്തുമ്പോഴല്ലേ അവിടെ 12 മണിയാവുന്നത്. അപ്പോൾ എന്താണ് അവിടെ, അപ്പോൾ എന്താണ്, ഒരു കറക്റ്റ് ഒരു എക്സാം പോലും കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ലോക്കൽ ടൈമിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം തന്നെ ഇതായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു പൊതുവായൊരു സമയം ആവശ്യമാണ് എന്നൊരു തോന്നലുണ്ടായി തുടങ്ങി. അങ്ങനെ ഒരു ടൈം ഇല്ലാതായാൽ പല പ്രോബ്ലംസും നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം സമയം നിർണ്ണയിക്കുമ്പോൾ ടൈം കാൽക്കുലേഷനിൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ അവർ ആവിഷ്കരിച്ചു. ടു സോൾവ് ദിസ്, the local time at the longitude that passes through the middle of a country is selected as the common time for the whole country. അതായത് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി അവർ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ എന്തായി കണക്കാക്കി? രാജ്യത്ത് മുഴുവൻ പൊതുസമയമായി കണക്കാക്കി. അതായത് ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന, അതായത് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന മാപ്പ് മനസ്സിൽ കാണുക, എന്നിട്ട് ഇന്ത്യയുടെ മിഡിലൂടെ നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡ് വരച്ചതായി ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ മിഡിലിൽ എപ്പോഴാണോ സൂര്യൻ എത്തുന്നത് ആ സമയമായിരിക്കും രാജ്യത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉച്ച അല്ലെങ്കിൽ 12 മണി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചു. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയെ മാനക രേഖാംശമായി പരിഗണിച്ചു. മാനക രേഖാംശം മീൻസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിച്ചു. അതായത് ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കാം. ടു സോൾവ് ദിസ് ലോക്കൽ ടൈം അറ്റ് ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി ഈസ് സെലക്റ്റഡ് ആസ് ദ കോമൺ ടൈം ഫോർ ദ ഹോൾ കൺട്രി. Each country in the world considered the longitude that passes almost through its middle as the standard meridian. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ്, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും എന്ത് ചെയ്തു? Consider the longitude that passes almost through its middle as the standard meridian. അതായത് മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറിഡിയനായി കൺസിഡർ ചെയ്തു. സ്റ്റാൻഡേർഡ് മെറിഡിയനായി കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയിൽ എപ്പോഴാണോ സൂര്യൻ എത്തുന്നത് അപ്പോഴാണ്
നട്ടുച്ച. അപ്പോൾ എന്താണ്, ആ രാജ്യത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോഴായിരിക്കും എന്ത് ഉച്ചയാവുന്നത്. ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്തു. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയനിൽ കണക്കാക്കുന്ന സമയത്തെ സ്റ്റാൻഡേർഡ് ടൈം എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഓർ IST. The longitudinal extent of India is from 68 degree east to 97 degree east. Once more, the longitudinal extent of our country is from 68 degree east to 97 degree east. Already we completed when we selected this two longitude. What are the problems? So to solve this, we selected another longitude as India's longitude. That is the 82.5 degree east longitude is considered standard meridian of India, which passes almost through middle of our country. It has been fixed as the standard meridian of our country. Okay. And the local time at 82.5 degree east longitude is considered as the standard meridian of our country. This is known as Indian Standard Time. അതായത് എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? അതായത് ഇന്ത്യയിൽ 82.5 ഡിഗ്രിയാണ്, ഡിഗ്രി രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയായി കണക്കാക്കുന്നത്. അതായത് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നത് 82.5 ഡിഗ്രി രേഖാംശ രേഖയാണ്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. അതായത് ഈ രേഖയിൽ എപ്പോഴാണോ സൂര്യൻ വരുന്നത് അതായിരിക്കും നമ്മുടെ ഇന്ത്യ ഒട്ടുക്കുമുള്ള സമയം, ഇന്ത്യ മുഴുവനായുള്ള സമയം അംഗീകരിച്ചത്. ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഗ്രീനിച്ച് ലൈൻ ആൻഡ് ദെൻ വാട്ട് ഈസ് ഗ്രീനിച്ച് മീൻ ടൈം and then what is prime meridian, and last one time zones. The 0 degree longitude is known as Greenwich meridian. What is that? The 0 degree longitude is known as Greenwich meridian. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. It acquires its name from Greenwich, the place where the Royal British Observatory is situated and through which this line passes. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകിയത്. അടുത്തത് എന്താണ് പ്രൈം മെറിഡിയൻ? വാട്ട് ഈസ് പ്രൈം മെറിഡിയൻ? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത് എന്നതിനാലാണ് ഈ രേഖയെ പ്രൈം മെറിഡിയൻ എന്നുകൂടി വിളിക്കുന്നത്. അപ്പോൾ ഗ്രീനിച്ച് രേഖ തന്നെയാണ് പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നത്. ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് is based on the Greenwich line.
This line is also known as prime meridian. Greenwich line is also known as prime meridian. അടുത്തത് ഗ്രീനിച്ച് സമയം, ഗ്രീനിച്ച് മീൻ ടൈം. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നു. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറീഡിയൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രീനിച്ച് മീൻ ടൈം. ദെൻ നെക്സ്റ്റ് ടൈം സോൺസ് അഥവാ സമയ മേഖലകൾ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മണിക്കൂർ മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇവയെ സമയമേഖലകൾ എന്ന് അറിയപ്പെടുന്നു. ബേസ്ഡ് ഓൺ ദ ഗ്രീനിച്ച് ലൈൻ, ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 24 zones, each with a time difference in 1 hour. These are known as time zones. ഓക്കെ, ഇന്ന് ഇത്രത്തോളം മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം, നല്ലോണം അതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഡിയോ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.